भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 742 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. വസുദേവ നാരദ സംവാദം ആരംഭിക്കുകയാണ് ഈ 4-ാമത്തെ ശ്ലോകം മുതൽ. ദ്വാരകയിൽ ഭഗവാനെ കാണാനും കൃഷ്ണോപാസനലാലസനായിരിക്കുന്ന സാക്ഷാൽ നാരദ മഹർഷി വരുന്നു. അവിടെ വസുദേവരുടെ ഗൃഹത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ വേണ്ട പോലെ സ്വീകരിച്ചു വസുദേവര്. അതിനുശേഷം വസുദേവര് ചോദിക്കുകയാണ്, ഭഗവൻ ഭവതോ യാത്രാ സ്വസ്തയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോരുത്തമ ശ്ലോകവർത്മനാം. ഭഗവൻ നാരദ മഹർഷിയെ വിളിക്കുകയാണ്, ഭഗവാനെ പിത്രോ ഉത്തമ ശ്ലോകവർത്മനാം യാത്രായഥ. പിതാക്കന്മാരുടെയും ഉത്തമ ശ്ലോകനെ ഭജിക്കുന്നവരുടെയും സഞ്ചാരം എന്നതുപോലെ ഭവതഃ യാത്ര, അവിടുത്തെ യാത്ര കൃപണാനാം സർവദേഹിനാം സ്വസ്ഥയേ, ദുഃഖിതരായിരിക്കുന്ന സകല ജനങ്ങളുടെയും സുഖത്തിനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് സാധാരണ ഉള്ളത് അല്ലേ? ആധ്യാത്മികം, ആധിഭൗതികം, ആധി ദൈവികം. ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സകല ആളുകളുടെയും സന്താപങ്ങളെ ഇല്ലാതെയാക്കി അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യാൻ അങ്ങ് ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഏതുപോലെ പിതാക്കന്മാരെ, പിത്രോ, അച്ഛനും അമ്മയും മക്കളുടെ അടുത്തേക്ക് പോവുക. എന്തിനാ? സ്വന്തം മക്കളെ അനുഗ്രഹിച്ച് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയല്ല അങ്ങയുടെ വരവ്, ജന്മമെടുത്തവരെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ലോകക്ലേശത്തെ നശിപ്പിക്കുന്ന കരുണാ കടാക്ഷം ലോകപിതാവാകുന്ന അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി
എൻ്റെ വരവ് കൊണ്ട് മറ്റൊരാൾക്ക് എങ്ങനെയാ സുഖം എന്നാണ് സംശയമെങ്കിൽ പറയാം. കാരണം സംസാരത്തിലെ ദുഃഖങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ളത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ, അവിദ്യ നശിക്കുക, ജ്ഞാനപ്രകാശം തെളിയ, അതെപ്പോഴാ? സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം കൊണ്ട്. അങ്ങേപ്പോലുള്ള ദിവ്യ പുരുഷന്മാര് നൽകുന്ന ഉപദേശം, അറിവ്, അത് ലോകത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അങ്ങയുടെ സംസർഗമാകുന്ന രാജവീതിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ദുഃഖത്തിൻ്റെ ഒരു ലേശം, ഒരു കണിക പോലുമില്ലാതെ നിത്യാനന്ദമാകുന്ന ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സകല ജനങ്ങളെയും ഒരേപോലെ സുഖിപ്പിക്കും. നാരം ദ്യതി ഇതി നാരദഃ എന്ന് പറയാറുണ്ട്. പാപത്തെ ആരാണോ നശിപ്പിക്കുന്നത് അതാണ് നാരദൻ. അങ്ങനെയും വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങ് വന്നത് ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം. ദേവചരിതം, ദേവന്മാരുടെ പ്രവൃത്തി. ഭൂതാനാം ദുഃഖായ ച സുഖായ ച, പ്രാണികൾക്ക്, ജീവന് ദുഃഖത്തിനും സുഖത്തിനും കാരണമായി തീർന്നു. അച്യുതാത്മനാം ത്വാദൃശാം സാധൂനാം, നാശരഹിതനായ, ച്യുതിയില്ലാത്ത അച്യുതനായ ആ ഭഗവാനിൽ മനസ്സു വെച്ചിട്ടുള്ള അങ്ങേപ്പോലുള്ള ആളുകളുടെ പ്രവൃത്തി സുഖായ ഏവഹി, അതെന്തിനു വേണ്ടി മാത്രമാണ്? സുഖത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ലോകത്തിനെ സന്തോഷിപ്പിക്കണു എന്ന് പറയുകയാണ്. ഭഗവത് ഭക്തന്മാര് ദേവന്മാരെക്കാൾ പൂജ്യരാണ്, അവരെയാണ് പൂജിക്കേണ്ടത്. കാരണം ദേവന്മാരുടെ, ഇന്ദ്രാദിദേവന്മാരുടെ പ്രവൃത്തികൾ സുഖവും ദുഃഖവും തരും. ഇന്ദ്രനാണ് മഴ നൽകുക എന്ന് പറയുന്നു. മഴ കൊണ്ട് സുഖവുമുണ്ട് ദുഃഖവുമുണ്ട്. കാറ്റുകൊണ്ട് ദുഃഖവുമുണ്ട് സുഖവുമുണ്ട്. അഗ്നി കൊണ്ട് സുഖവുമുണ്ട് ദുഃഖവുമുണ്ട്. എന്നാൽ ഭക്തന്മാര് അങ്ങനെയല്ല. നല്ല മഴ പെയ്താൽ സസ്യാദികൾ വേണ്ട പോലെ വളരും. പക്ഷേ അധികമായാലോ അത് പ്രളയത്തിന് കാരണമാവും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നാൽ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾ എന്നും എല്ലാവർക്കും സുഖത്തിനു മാത്രം കാരണമാണ് എന്നാണ്. സജ്ജനങ്ങളുടെ മനസ്സ് ഒരിക്കലും ലൗകിക കാര്യങ്ങളിലേക്ക് എത്തില്ല. ലൗകിക കാര്യങ്ങളിലേക്ക് എത്തുന്നവന്റെ മനസ്സാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമായിട്ട് തീരുന്നത്. അപ്പോ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അവർക്ക് സമയമില്ല, അതിൽ അവർക്ക് സന്തോഷവുമില്ല. അവരെപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കണു, ഭഗവാന്റെ കഥകളെ പാടണു, ഭഗവാന്റെ കഥകൾ കേൾപ്പിക്കണു. അങ്ങനെ വരുമ്പോൾ ആ ലീലകൾ മുഴുവൻ, ഭഗവാന്റെ ലീലാചരിതങ്ങൾ മുഴുവൻ ആ കർണത്തിലൂടെ കടന്ന് ഹൃദയത്തിലേക്ക് എത്തി എല്ലാവരെയും ആനന്ദത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രമല്ല, അവരുടെ പാപങ്ങളെ ഇല്ലാതെയാക്കി തീർക്കണം. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ തങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രമല്ല, ലോകസുഖത്തിന്, ലോകത്തിന്റെ ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരാണ്. ഇന്ദ്രാദിദേവന്മാരുടെ സന്ദർശനത്തെക്കാൾ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളുടെ സന്ദർശനം ലോകത്തെ സന്തോഷിപ്പിക്കണു. അത് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തിലേക്കുള്ള കവാടമായിട്ട് തീരുകയും ചെയ്യുന്നു. അപ്പോ ആ സജ്ജനങ്ങളുടെ പാദസേവ കൊണ്ട് മോക്ഷ സാധകമായിരിക്കുന്ന മോക്ഷസൗധ കവാടം തുറക്കാനുള്ള ഉപായം അല്ലെങ്കിൽ താക്കോല് നമുക്ക് ലഭിക്കുന്നു. അത് കിട്ടിയാൽ മാത്രമേ ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയും നമുക്ക് സാധിതമാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും പരമപൂജ്യരാണ്. ഭജന്തിയേ യഥാ ദേവാൻ ദേവാ അപി തഥൈവ താൻ ഛായേവ കർമ്മ സജീവാ സാധവോ ദീനവത്സലാഹ യേ യഥാ ദേവാൻ ഭജന്തി. സജ്ജനങ്ങളും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓരോ ഫലകാംക്ഷയോട് കൂടിയിട്ടാണ് ദേവന്മാരെ ഓരോരുത്തരും ഭജിക്കണത്. ദേവ അപി, ദേവന്മാരോ താൻ തഥായേവ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ ഭജിക്കണു. ഛായ ഇവ, നിഴൽ എന്നതുപോലെ. കർമ്മസജീവാഹ, കർമ്മത്തിന് അധീനന്മാരാകുന്നു.
സജ്ജനങ്ങളോ ദീനവത്സല, എല്ലാവരിലും ദുഃഖമുള്ള ആളുകളിലൊക്കെ വാത്സല്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. ദേവന്മാരെ പല പല യാഗങ്ങളിലൂടെ, പൂജകളിലൂടെ, തർപ്പണാദികളിലൂടെയൊക്കെ ഭജിക്കുന്നു. തങ്ങളെ എങ്ങനെയാണോ അവർ ഭജിക്കണത് അതേപോലെ ഏത് തരത്തിലാണോ ഭജിക്കുന്നത്, എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ ഭജിക്കുന്നത്, ആ ആഗ്രഹങ്ങളെ, അവരുടെ കാമനകളെ സാധിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോ ഒരാൾക്ക് നിഴൽ എങ്ങനെ ഉണ്ടാവുന്നു, ഒരാളെ പോലെ തന്നെ നിഴൽ, അതേപോലെ തന്നെ തങ്ങളെ ആഗ്രഹിക്കുന്നവരെ മാത്രം അനുഗ്രഹിക്കുന്നവരാണ് ദേവന്മാര്. എന്നാൽ സജ്ജനങ്ങൾ അങ്ങനെയല്ല. താപത്രയം നമ്മൾ നേരത്തെ പറഞ്ഞു, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള താപങ്ങളെയും ഇല്ലാതെയാക്കുന്ന, അതിൻ്റെ ആ ദുഃഖത്തീയിൽ വെന്തുരുകുന്ന ആളുകൾക്ക് കാരുണ്യത്തിന്റെ അമൃത ജലമാണ്, ശീതളിമയാർന്ന ജലമാണ് നിങ്ങൾ. ദീനന്മാർ തങ്ങൾക്ക് ഉപകാരം ചെയ്തവരോ ചെയ്യാത്തവരോ എന്ന് ഒരു ചിന്ത സജ്ജനങ്ങൾക്കില്ല. സകലരെയും അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ദുഃഖിതന്മാരുടെ ദുഃഖത്തെ തീർക്കുക, ലോകത്തിന്റെ ദുഃഖം തങ്ങളുടെ ദുഃഖമായി കാണുന്ന ആളുകളാണ് സജ്ജനങ്ങൾ. അതുകൊണ്ട് അവർ ആ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടത് ചെയ്യുന്നു. സജ്ജനങ്ങൾ കർമാധീനന്മാരോ പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ട് അനുഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല. അന്യരുടെ ദുഃഖം തീർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഏക ലക്ഷ്യം. അത് അവരുടെ സ്വഭാവമാണ്. അവർ ആനന്ദിക്കുന്നു. ആ ആനന്ദം അവർ അനുഭവിക്കുമ്പോൾ തന്നെ അതേ ആനന്ദം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നു. പരാനുഗ്രഹത്തിനു വേണ്ടി മാത്രം ദേഹം സ്വീകരിച്ച ആളുകളാണ് സജ്ജനങ്ങൾ. പരമപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ മാത്രമേ അവർക്ക് ആസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കി എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബ്രഹ്മം തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാം സ്തവ യാശ്രുത്വാ ശ്രദ്ധയാ മർത്യോ മുച്യത്തെ സർവതോ ഭയാൽ. തഥാപി, എങ്കിലും, ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന നാരദ മഹർഷേ, ഭാഗവതാൻ ധർമാൻ തവ പൃച്ഛാമ, ഭഗവത് പ്രീതിക്ക് കാരണമായിരിക്കുന്ന ധർമ്മങ്ങളെ അങ്ങയുടെ അടുത്ത് ഞങ്ങളിതാ ചോദിക്കുന്നു. മർത്യ, മനുഷ്യർ, യാൻ ശ്രദ്ധയാ ശ്രുത്വ, എന്തിനെയാണോ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട്, സർവതഃ ഭയാത് മുച്യത്തെ, എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. ഈ ഭാഗവത ധർമ്മത്തെ അറിയാൻ താല്പര്യമുണ്ട്. ദീനവത്സലനായ സജ്ജനങ്ങളിൽ അഗ്രഗണ്യനായിരിക്കുന്ന അങ്ങയുടെ അടുത്ത് ഞങ്ങൾ ദാ ചോദിക്കുകയാണ്. അങ്ങയുടെ സന്ദർശനം തന്നെ ഞങ്ങളെ സന്തോഷിപ്പിച്ചു, ഞങ്ങൾ കൃതാർത്ഥരായി. ഇപ്പോ ആ ഭഗവാൻ തന്നെ സമീപത്തുള്ളപ്പോ, പുത്രഭാവത്തിൽ ഭഗവാൻ തന്നെ ഉള്ളപ്പോ എന്തുകൊണ്ടാണ് നാരദ മഹർഷിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്നാണെങ്കിൽ, അങ്ങ് ബ്രഹ്മപുത്രനാണ്, സദാ ബ്രഹ്മത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, ലോകാനുഗ്രഹത്തിനായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന തീർത്ഥത്തിന് തുല്യമായ ഗുരുവാണ്. അന്ധകാരത്തെ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം ആണ് ഗുരു. അജ്ഞാനാന്ധകാരത്തിൽ ബുദ്ധിമുട്ടുന്നവരെ വിജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ട് അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നവരാണ് ഗുരു. സാക്ഷാൽ ഭഗവാൻ സമീപത്തുണ്ടെങ്കിലും ലോകദൃഷ്ടിയ ഞാൻ ആ ഭഗവാന്റെ അച്ഛനാണ്, അദ്ദേഹം എൻ്റെ പുത്രനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകദൃഷ്ടിയ ഗുരുത്വം എന്നിലാണ്. ഞാൻ ആ പുത്രന്റെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ ഗുരുവാണ്. അങ്ങനെ ഇരിക്കിൽ അവിടുന്ന് ആ ഭഗവാനോട് ഞാൻ ചോദിക്കുന്നത് ലൗകിക രീതിയാ തെറ്റായി പോകും. അതുകൊണ്ട് ഭക്തനും ഭഗവാനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനായിരിക്കുന്ന അങ്ങയുടെ അടുത്ത് ചോദിക്കുന്നു. ഭാഗവത ധർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ എല്ലാ തരത്തിലുള്ള ഭീതികളും, ഏറ്റവും വലിയ ഭീതിയാണ് മരണഭീതി, മൃത്യുഭീതി, അതിൽ നിന്ന് പോലും മോചനം നേടാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഭാഗവത ധർമ്മങ്ങൾ, ഭാഗവത ധർമ്മം എന്താ? ഭഗവാൻ സന്തോഷിക്കാനുള്ള കർമ്മങ്ങൾ. അത് എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. അത് വസുദേവര് മാത്രമല്ല, ദേവകി തുടങ്ങിയ ഭാര്യമാരും ഒപ്പമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക്
അതിനുള്ള അർഹതയുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം അപൂജയം ന മോക്ഷായ മോഹിതോ ദേവമായയാ. അഹം പുരാ ഭുവി പ്രജാർത്ഥ മുക്തിദം അനന്തം അപൂജയം കില. ഞാൻ പണ്ട് ഭൂമിയിൽ കുട്ടികളുണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് മുക്തിദം അനന്തം, മുക്തിയെ നൽകുന്ന ആ ഭഗവാനെ അപൂജയം കില, പൂജിച്ചുവല്ലോ. എന്നാൽ ദേവമായ ആ ഈശ്വരന്റെ മായാശക്തി കൊണ്ട് മോഹിക്കപ്പെട്ട ഞാൻ മോക്ഷായ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ പൂജിച്ചില്ല. ഞാൻ എന്തിനാണ് മോഹിച്ചത്? മോക്ഷത്തിനല്ല, മറിച്ച് പുത്രഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിച്ചത്. ഭഗവത് പ്രസാദം ഇപ്പോ എനിക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ, മുജ്ജന്മത്തിൽ ഞങ്ങൾ രണ്ടുപേരും, ദേവകിയും ഞാനും പൃഷ്ണിയും സുതപസ്സുമായി, പിന്നീട് ഞങ്ങൾ അതിഥി കശ്യപന്മാരായി, ഇപ്പോ ഞങ്ങളിതാ ദേവകി വസുദേവന്മാരായി. നോക്കൂ, ആ ഭഗവാനെ ഞങ്ങൾ പൂജിച്ചിട്ടൊക്കെ ഉണ്ട്. അക്ഷയമായ, അച്യുതമായ, അക്ഷതമായിരിക്കുന്ന മോക്ഷത്തിന് മോഹിക്കാതെ അത് നൽകാൻ കഴിവുള്ള ഭഗവാനെ തുച്ഛമായ സംസാര സുഖം മോഹിച്ചുകൊണ്ടാണ് ഞാൻ ഭജിച്ചത്. അതുകൊണ്ട് എൻ്റെ ആ ഭജനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ എൻ്റെ പുത്രഭാവത്തിൽ അവതരിച്ചു. ശരിയാണ്, ഭഗവൻ മായ എന്നെ ബാധിച്ചില്ലെങ്കിൽ ഭഗവാനെ പുത്രനായി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കൂ. ഭഗവാനിൽ നിന്ന് ഏറ്റവും ധന്യമായ മോക്ഷപ്രാപ്തിയെ ഞാൻ മോഹിക്കുമായിരുന്നില്ലേ? മായാബാധയുള്ള ആളുകൾക്ക് ഭയം ഉണ്ടാവും ഇല്ലേ? അപ്പൊ ജന്മാന്തരത്തിൽ ആഗ്രഹിച്ച തരത്തിൽ ഭഗവാൻ പുത്രനായി വന്നുവെങ്കിലും സങ്കടം തീരുന്നില്ല, മരണഭയത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കണില്ല. പ്രാപഞ്ചിക വാസനാരൂപമായ ആ വേര് അവശേഷിക്കണു. ആ വേരിനെ കൂടി കടയോടുകൂടി പറിച്ചെറിയാൻ, പിഴുതെറിയാൻ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് അങ്ങയുടെ അനുഗ്രഹം വേണം. വസുദേവര് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് സകല ഭീതികളെയും ഇല്ലാതെയാക്കുന്ന, സംസാര ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന വളരെ വിശേഷമായിരിക്കുന്ന ഭാഗവത ധർമ്മങ്ങളെ അടിയങ്ങൾക്ക് പറഞ്ഞു തരണേ. ഞാനും ദേവകിയും ആ ഭാഗവത ധർമ്മങ്ങളെ കേൾക്കാനും അറിയാനും അനുഷ്ഠിക്കാനും ആഗ്രഹിച്ചും കൊണ്ടാണ് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. വേണ്ടതുപോലെ ചെയ്യണേ. യഥാ വിചിത്രവ്യസനാൽ ഭവദ്ഭിർവിശ്വതോ ഭയാൽ മുച്യേ മഹ്യഞ്ജസൈവാദ്ധ തഥാന ശാധി സുവ്രത. വിചിത്രവ്യസനാൽ, പലതരത്തിലുള്ള ദുഃഖങ്ങളോടുകൂടിയ, വിശ്വതോഭയാൽ, സർവഭയത്തിൽ നിന്നും, അഞ്ജസ അദ്ധ, പ്രയാസം കൂടാതെ പരമാർത്ഥമായി, യഥാ ഭവദ്ഭി, ഏതുവിധമായാൽ അങ്ങയെപ്പോലുള്ള ആളുകളാൽ, മുച്ചിയേമഹി, ഞങ്ങൾ മോചിക്കപ്പെടുമോ, സുവ്രത, അല്ലയോ ദീനന്മാരെ രക്ഷിക്കുന്ന സുവ്രതത്തോടു കൂടിയവനെ നാരദ മഹർഷേ, ത്വം തഥാ ന ശാധി, ആ രീതിയിൽ തന്നെ ഞങ്ങളെ ശാസിക്കണേ, ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ആര് പുത്രനായിട്ട് വന്നാലും സംസാരം എന്നുള്ളത് സങ്കടത്തിന് കാരണമാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളുടെ വിളനിലമാണ് ഈ സംസാരം. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ഉണ്ടാവണം. ദുഃഖമുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളുടെ വ്രതം എന്ന് മനസ്സിലാക്കണു. അതുകൊണ്ട് സുവ്രതനായിരിക്കുന്ന അല്ലയോ നാരദ മഹർഷേ, സജ്ജന ശിരാമണിയായിരിക്കുന്ന നാരദ മഹർഷേ, അവിടുന്ന് ഞങ്ങളെ വേണ്ടതുപോലെ ശാസിക്കണേ, വേണ്ടതുപോലെ പറഞ്ഞു തരണേ. എങ്ങനെയായാൽ ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും, അതിന് പാകത്തിന് ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വസുദേവരുടെ ഈ വാക്ക് ശ്രീ ശിവബ്രഹ്മർഷി അവിടെ പറയുകയാണ്. രാജന്നേവം കൃതപ്രശ്നോ വസുദേവേന ധീമത പ്രീതസ്തമാഹ ദേവർഷിർ
ഹരേ സംസ്മാരിതോ ഗുണൈഃ. രാജൻ, അല്ലയോ പരീക്ഷിത്തെ, ധീമത വസുദേവേന, ബുദ്ധിമാനായ വസുദേവനാൽ ഏവം കൃതപ്രശ്നഃ, ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോ ഹരേ ഗുണൈ സംസ്മാരിത, ഹരിയുടെ, ശ്രീഹരിയുടെ ആ ശ്രീകൃഷ്ണന്റെ ഗുണങ്ങളെ നന്നായി സ്മരിച്ചും കൊണ്ട് പ്രീതഃ, അതുകൊണ്ട് തന്നെ സന്തോഷ ചിത്തനായിരിക്കുന്ന നാരദ മഹർഷി, ദേവഋഷി, തം ആഹ, വസുദേവരോട് പറഞ്ഞു എന്നാണ്. പരീക്ഷത്തെ അങ്ങിതാ കേട്ടോളൂ. വസുദേവരുടെ ചോദ്യത്തിന് മറുപടിയായി നാരദ മഹർഷി പറഞ്ഞുകൊടുത്ത, പകർന്നുകൊടുത്ത ഭാഗവത ധർമ്മങ്ങളെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഭഗവാനെക്കുറിച്ച് സ്മരിക്കുന്നതിന് കാരണമായി വസുദേവരുടെ ചോദ്യം, വസുദേവരുടെ ആ പ്രശ്നത്തിൽ നിന്ന് വാസുദേവനെ കുറിച്ചുള്ള കഥകൾ ഓർമ്മിക്കാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് ആ എപ്പോഴും ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നാരദ മഹർഷി, വിശേഷിച്ച് പെട്ടെന്ന് നാരദ മഹർഷി ഈ വസുദേവരുടെ ചോദ്യം കേട്ടപ്പോൾ ഭഗവാന്റെ ലീലകളെ കൂടുതൽ സ്മരിക്കാൻ അത് കാരണമായി. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമായി തീർന്നു നാരദ മഹർഷിക്ക്. ഇങ്ങനെയാണ് സജ്ജനങ്ങൾ. അവർക്ക് അവരവരുടെ കഥകൾ പറയാനൊന്നും താല്പര്യമില്ല, മറിച്ച് ഭഗവാന്റെ കഥകൾ പറയാൻ താല്പര്യം. അപ്പൊ സജ്ജനങ്ങളുടെ അടുത്ത് നമ്മൾ എന്ത് ചോദിക്കണം? ഭഗവാനെ കുറിച്ച് ചോദിക്കണം. അവർക്ക് അത് പറയാനാണ് താല്പര്യം, അതിലാണ് അവർക്ക് സന്തോഷം. നമുക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറയാനാണ് താല്പര്യം, നമ്മുടെ കേമത്തങ്ങൾ പറയുക, മറ്റുള്ളവരുടെ ദോഷങ്ങളെ പർവ്വതീകരിച്ച് പറയുക, നമ്മുടെ കേമത്തങ്ങൾ പർവ്വതീകരിച്ച് പറയുക. ഇങ്ങനെയാണ് സാധാരണ ആളുകളുടെ സ്വഭാവം. എന്നാൽ സജ്ജനങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ഈശ്വര ഗുണങ്ങൾ ആലോചിക്കാൻ കാരണമായി ഈ വസുദേവരുടെ ചോദ്യം എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷിച്ച് അത്യന്തം ആഹ്ലാദത്തോടുകൂടി ഭഗവാന്റെ പാദാദികേശം കേശാദിപാദം സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ ലീലാഗുണങ്ങളെ പറയാൻ ഇതൊരു കാരണമായല്ലോ എന്ന വലിയൊരു സന്തോഷത്തോടു കൂടി മഹർഷി വസുദേവരുടെ അടുത്ത് പറയാനായിട്ട് ആരംഭിച്ചു. വസുദേവരുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചത്. 4 മുതൽ 9 കൂടിയുള്ള 6 ശ്ലോകങ്ങളിലൂടെയാണ് വസുദേവരുടെ ചോദ്യമുണ്ടായത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ അധ്യായം മുതൽ 5-ാമത്തെ അധ്യായം വരെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. 2, 3, 4, 5 എന്നിങ്ങനെയുള്ള അധ്യായങ്ങളിലൂടെ നിമി നവയോഗി സംവാദ രൂപത്തിൽ ഭാഗവത ധർമ്മങ്ങളെ അവതരിപ്പിക്കുകയാണ് സാക്ഷാൽ നാരദ മഹർഷി. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഹൃദ്യമായ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് 1200 എന്ന മലയാള വർഷം ആരംഭിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. എല്ലാവർക്കും ആ ധന്യത, ശ്രാവണ മാസം രാമായണം കഴിഞ്ഞ് കൃഷ്ണായനത്തിലേക്ക് നമ്മൾ എത്തുന്ന ഈ ധന്യമായ പൊന്നിൻ ചിങ്ങമാസത്തിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവോപരി ഭഗവത് ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി.
സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.